ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. 14-കാരനായ വൈഭവ് സൂര്യവംശി റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് വിജയം. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റുകൾക്കാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഭവിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് ഇന്നിംഗ്സ് തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. ഈ ഹൈ സ്കോറിംഗ് മത്സരത്തിലെ പ്രധാന ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് മാറിയതും ആ ഇന്നിംഗ്സ് തന്നെ. പരിക്ക് മൂലം ഈ മത്സരവും RR ക്യാപ്റ്റനായ സഞ്ജു സാംസൺ കളിച്ചിരുന്നില്ല. റിയാൻ പരാഗ് തന്നെയാണ് ടീമിനെ നയിച്ചത്. ടോസ് നേടിയ റിയാൻ പരാഗ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമുക്കറിയാം GTയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് 3 ആണ് അവരുടെ ബാറ്റിംഗ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിലും അതിന് യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ ടോപ്പ് 3 തന്നെയാണ് ഒരു ബൾക്ക് ഓഫ് ദ സ്കോറിംഗ് നടത്തിയത്. അവരെടുത്ത് 209 റൺസിൽ 173 നേടിയത് അവരുടെ ടോപ്പ് 3 തന്നെയാണ്. ഇവിടെ പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് വിട്ടുകളഞ്ഞ അവസരത്തെക്കുറിച്ച് നമ്മൾ പറയണം. സായി സുദർശൻ വെറും 9 റൺസിൽ നിന്നപ്പോഴാണ് വെറും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാച്ച് ഷിംറോൺ ഹെറ്റ്മേർ വിട്ടുകളഞ്ഞത്. സുദർശൻ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയ ബാറ്ററാണെന്ന് നമുക്കറിയാം. ഈ സീസണിൽ ഇതുപോലെ ലക്ക് പലതവണയും സായി സുദർശനെ ഫേവർ ചെയ്തിട്ടുണ്ട്. അതായത് 5ാം തവണയാണ് ഈ സീസണിൽ സായി സുദർശന്റെ ക്യാച്ച് എതിർ ടീം നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സംഭവിച്ച ആദ്യത്തെ 4 മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി അടിക്കാൻ സായി സുദർശനായി. എന്നാൽ ഈ മത്സരത്തിൽ 39 റൺസാണ് സായി സുദർശൻ എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ക്യാച്ച് ഡ്രോപ്പിന് ശേഷം ശുഭ്മാൻ ഗില്ലുമായിട്ട് ചേർന്നിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ സായി സുദർശനായി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പലതവണ പറഞ്ഞ അവരുടെ ആ ഒരു ടെംപ്ലേറ്റ് തന്നെ വീണ്ടും 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 അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഗില്ലായാലും ജോസ് ബട്ട്ലർ ആയാലും എക്സലന്റ് ഇന്നിംഗ്സ് ആണ് കളിച്ചത്. ബാക്കിയുള്ള ബാറ്റേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്കാർക്കും വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ഇപ്പോൾ സായി സുദർശൻ 30 പന്തിൽ 39 റൺസാണ് എടുത്തത്. ശുഭ്മാൻ ഗില്ല് എക്സലന്റ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആയിരുന്നു. അത് പ്രോപ്പറായിട്ട് പേസ് ചെയ്തു. 50 പന്തിൽ 84. അതുപോലെ ജോസ് ബട്ട്ലർ 1 ഡൗൺ ഇറങ്ങിയിട്ട് പ്രോപ്പറായിട്ട് ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്തു. ജോസ് ബട്ട്ലർ നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടാണ് ജയ്പൂരിലേത്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ താൻ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിൽ നല്ലൊരു ഇന്നിംഗ്സ് തന്നെയാണ് ബട്ട്ലറും കളിച്ചത്. 26 പന്തിൽ 50 റൺസ്. അങ്ങനെ വന്നപ്പോഴേക്കും അവർ 20 ഓവറിൽ 209 എന്നൊരു സ്കോർ പോസ്റ്റ് ചെയ്തു. ആ ഒരു സ്കോർ എന്ന് പറയുന്നത് ഒരു ഫോർമിഡബിൾ ടാർഗറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മത്സരം നടക്കുന്നത് ജയ്പൂരിലാണെന്ന വസ്തുത നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു നല്ല സ്കോർ തന്നെയായിരുന്നു. 2023 IPL ശേഷം സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഒരു 200+ സ്കോർ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 190-195 റേഞ്ചിലാണ് അവിടുത്തെ ഒരു ഹൈ സ്കോർ വന്നു നിന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ 2023 ശേഷം വീണ്ടും ഒരു 200+ ടോട്ടൽ വന്നു. പിന്നെ GTയുടെ ബോളിംഗ് യൂണിറ്റ് അറിയാലോ, നല്ല സ്ട്രോങ് ബോളിംഗ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാവുന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഒരു ഔട്ട് ഓഫ് ദ സിലബസ് പോലെ വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു ബ്രില്യൻറ്റ് ഇന്നിംഗ്സ് വരുന്നത്. ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിലും ഈ ഒരു ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് മികച്ച തുടക്കങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മിഡിൽ ഓർഡർ വരുമ്പോൾ ഈ ടോപ്പ് ഓർഡർ നൽകിയ മികച്ച തുടക്കം കളഞ്ഞു കുളിക്കുകയാണ് പല മത്സരങ്ങളിലും ഈ RR ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ചേസിൽ അവർ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവർ തങ്ങളുടെ ആ ഒരു മേധാവിത്വം കളഞ്ഞു കുളിച്ചിട്ട് തോൽക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡറിനെ അതിന് അനുവദിച്ചില്ല. അതായത് ഈ ഒരു ചേസ് കൂടി ബോട്ടിൽ ചെയ്യാനായിട്ട് മിഡിൽ ഓർഡറിനെ അനുവദിച്ചില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്ര ഒരു ഡോമിനേറ്റിംഗ് രീതിയിലാണ് വൈഭവും അതുപോലെ തന്നെ നമ്മുടെ ജയ്സ്വാളും കളിച്ചത്. വൈഭവിന്റെ വിക്കറ്റ് പോയ സമയമായപ്പോഴേക്കും ഒരു അണ്ടർ 6 മതിയായിരുന്നു അവർക്ക് ജയിക്കാൻ. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ അനായാസം, റിയാൻ പരാഗ് നല്ലൊരു ഷോട്ട് കമ്മിയാണ് കളിച്ചത്, അനായാസം അവർ സ്കോർ ചേസ് ചെയ്യുകയും ചെയ്തു. ഇനി വൈഭവിന്റെ ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 38 പന്തിലാണ് 101 റൺസ് എടുത്തത്. 7 4 11 6. IPL സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് വൈഭവിന്റെ. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിൽ ഗെയിലാണ് 30 പന്തിൽ നേടിയ സെഞ്ചുറി. ഇനി ഒരു ഇന്ത്യക്കാരനെ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇപ്പോൾ വൈഭവിന്റെ പേരിലാണ്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി തന്നെ യൂസഫ് പത്താൻ നേടിയ റെക്കോർഡാണ് വൈഭവ് മറികടന്നത്. പിന്നെ ഒരു അപൂർവമായ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T20 ചരിത്രത്തിൽ തന്നെ സെഞ്ചുറി നേടിയവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറവ് വൈഭവിന് തന്നെയാണ്. അങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ഇന്നലെ വൈഭവ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കുറിച്ചത്. പിന്നീട് വൈഭവിന് ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. ഇപ്പോൾ വൈഭവിന്റെ ആദ്യത്തെ ഒരു 50 റൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 38% ഫോൾസ് ഷോട്ട്സ് അതിനകത്തുണ്ടായിരുന്നു. അതായത് എഡ്ജുകളൊക്കെ നിരവധി തവണ ബൗണ്ടറി പോയി. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് വൈഭവിന്റെ ആ ഒരു ബാറ്റ് സ്വിംഗ്, ആ ഒരു ഫാസ്റ്റ് ബാറ്റ് സ്വിംഗും കൂടി കൊണ്ടാണ് ഈ പന്തുകൾ എഡ്ജ് എടുത്ത് ബൗണ്ടറിയിൽ പോകുന്നത്, മറ്റ് ഫീൽഡേഴ്സിന്റെ കയ്യിൽ പോകാതെ. ഇപ്പോൾ അത് ഞാനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഒരു സ്റ്റാറ്റ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് വൈഭവിന്റെ ഇന്നിംഗ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയറിംഗ് ആയിട്ടുള്ള, ഇനിയിപ്പോൾ നമുക്കറിയാം എതിര് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റ്സ് ആണ്. ആ ഒരു റെസ്പെക്റ്റും വൈഭവ് കൊടുത്തില്ല. ഇപ്പോൾ ആരെയായാലും ഏത് ബോളറിനെയായാലും അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ കട്ട് ഷോട്ട് ആയാലും പുള്ളായാലും ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വൈഭവ് എക്സിക്യൂട്ട് ചെയ്തത്. വൈഭവിന്റെ ബാറ്റിന്റെ ചൂട് എല്ലാ ബോളേഴ്സും അറിഞ്ഞു. അതായത് വളരെ മികച്ചൊരു ഇന്നിംഗ്സ് ആണ്. ഇപ്പോൾ ചിലർ ഏജിന്റെ കാര്യം പറഞ്ഞിട്ട് വൈഭവിന് 14 വയസ്സൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്, ഏജ് ഫ്രോഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വൈഭവിന് 14 വയസ്സ് തന്നെ ഉള്ളൂ. കാരണം 2017 പൂനെ സൂപ്പർ ജയൻസിന്റെ മത്സരത്തിൽ വൈഭവ് പങ്കെടുക്കുന്ന ഫോട്ടോയൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഏജ് ഡിബേറ്റ് മാറ്റി നിർത്തിയാൽ തന്നെ ആ ഒരു ഇന്നിംഗ്സിന്റെ പകിട്ട് കുറയുന്നില്ല. കാരണം വൈഭവ് ഇന്നലെ കളിച്ച ഇന്നിംഗ്സ് എന്ന് പറയുന്നത് ആ ഒരു ഏജിന്റെ ലെൻസിലൂടെ നോക്കേണ്ട ഒരു ഇന്നിംഗ്സ് അല്ല. ആ ഒരു ഏജിന്റെ കാര്യം മാറ്റി നിർത്തി ആ ഒരു ഇന്നിംഗ്സ് ഒരു 25 വയസ്സുള്ള ആളോ അല്ലെങ്കിൽ 28 വയസ്സുള്ള ആളോ കളിച്ചതായിട്ട് നോക്കിയാലും ആ ഇന്നിംഗ്സ് ഒരു എക്സെപ്ഷണൽ ഇന്നിംഗ്സ് തന്നെയാണ്.
കാരണം IPL-ലായാലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലായാലും അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഇന്നിങ്സ് അല്ല അത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് തന്നെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും വൈഭവിന്റെ ആ ഒരു ഇന്നിങ്സിന്റെ ആ ഒരു മാറ്റ് കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അൺഡൗട്ടഡ്ലി വൈഭവ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഇനി GTയുടെ ബോളിംഗ് അനലൈസ് ചെയ്യുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിന് ബാക്ക് സ്പാസം മൂലം ഫീൽഡിൽ ഇറങ്ങാൻ സാധിച്ചില്ല. റഷീദ് ഖാനാണ് ടീമിനെ നയിച്ചത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ഷോർട്ട് ബോൾ ടാക്ടിക്സ് ഇവർ ഓവർ യൂസ് ചെയ്തെന്ന് പറയേണ്ടി വരും. കാരണം വൈഭവ് ആയാലും ജയ്സ്വാൾ ആയാലും ഇവരുടെ ഒരു ഷോർട്ട് ബോളിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നേരിട്ടത്. അതിൽ ധാരാളം റൺസ് എടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഇപ്പോൾ ഇവർ തോറ്റ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ബോൾ ടാക്ടിക്സിനെ എതിരാളികൾ അറ്റാക്ക് ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അറിയാം ഒരു അറ്റാക്കിംഗ് സ്റ്റാർട്ടാണ് വൈഭവും ജയ്സ്വാളോട് നൽകിയത്. അപ്പോൾ ഇവർ ആ ഒരു ഷോർട്ട് ബോൾ ഫ്ലോയിലേക്ക് പോയി. എന്നാൽ അത് കാര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഏത് ലെങ്ത് ഇട്ടാലും ബാറ്റേഴ്സ് അടിക്കാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും വെറും 16 ഓവറുകൾക്കുള്ളിൽ തന്നെ ഇതുപോലൊരു വലിയ ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിനായി. റിയാൻ പരാഗും 15 ബോൾ 32 നല്ലൊരു ഹാൻഡാണ് പ്ലേ ചെയ്തത്. നിതീഷ് റാണയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ചേസിന്റെ കാര്യം നമ്മൾ എടുത്താലും ഇതൊരു റെക്കോർഡ് തന്നെയാണ്. IPL ഒരു 200+ സ്കോർ ചേസ് ചെയ്യാൻ ഏറ്റവും കുറവ് ഓവർ എടുത്ത ടീം ഇപ്പോൾ രാജസ്ഥാനാണ്. അതായത് 15.5 ഓവറിലാണ് ഇവർ 200+ സ്കോർ ചേസ് ചെയ്തത്. നേരത്തെ റെക്കോർഡ് RCBയുടെ പേരിലായിരുന്നു. അതും GTക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വിൽ ജാക്സൺ സെഞ്ചുറി അടിച്ച മത്സരത്തിൽ 16 ഓവറിലാണ് അവർ 200+ ചേസ് ഇത് ചെയ്തത്. എന്നാൽ ഈ മത്സരത്തിൽ ഇവർക്ക് 15.5 ഓവറിൽ ആ ഒരു ചേസ് കംപ്ലീറ്റ് ചെയ്യാനായി. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചേസ് ചെയ്യപ്പെട്ട ഒരു ഹയസ്റ്റ് സ്കോർ കൂടിയാണിത്. ഇനി പ്ലേ ഓഫിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിന് കാര്യമായിട്ട് ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല. 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയമായിട്ട് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് ഇവർ. ഇവരുടെ നെറ്റ് റൺ റേറ്റും ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനി രാജസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 4 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ഈ 4 മത്സരങ്ങളും ജയിച്ചാലും അവർക്ക് എത്താൻ സാധിക്കുക മാക്സിമം 14 പോയിന്റിലാണ്. അത് വെച്ച് അവർ പ്ലേ ഓഫിൽ കിടക്കാൻ സാധ്യത കുറവാണ്. ഒരു മാത്തമാറ്റിക്കൽ പോസിബിലിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. ഇനിയുള്ള 4 മത്സരങ്ങൾ നന്നായിട്ട് കളിക്കുക. അടുത്ത സീസണിന് വേണ്ട നല്ലൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് ഈ 4 മത്സരങ്ങൾ ഉപയോഗിക്കുക എന്നുകൂടിയേ നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.